പ്രളയബാധിത മേഖലകൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കോഴഞ്ചേരിയിലെത്തി. ആറന്മുള ഉൾപ്പെടെ വെള്ളം കയറിയ മേഖലകൾ മുഖ്യമന്ത്രി സന്ദർശിക്കും. തത്സമയ ദൃശ്യങ്ങളിലേക്ക് എം മനോജ് ചേരുകയാണ്. മനോജ്, ഈ പ്രളയബാധിത പ്രദേശങ്ങൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സന്ദർശിക്കാത്തതിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. കാരണം ഒരു ആശ്വാസവാക്കുമായി പോലും മുഖ്യമന്ത്രി എത്തിയിട്ടില്ല എന്നുള്ള വിമർശനങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ അല്പം പൊതുവെ ആശ്വാസകരമായ സാഹചര്യത്തിൽ ആശ്വാസവാക്കുകളുമായി വി.ഡി. സതീശൻ എത്തിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായും വലിയ വിമർശനങ്ങൾക്കിടയിലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ ഈ പ്രളയബാധിത സ്ഥലങ്ങളിലേക്ക്, അതായത് ഈ മഴക്കെടുതിയിൽ ഒരുപാട് ദുരിതം അനുഭവിച്ച സ്ഥലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. 2-3 ദിവസമായി തന്നെ ആറന്മുളയാകെ വെള്ളത്തിലാണ്. എന്നിട്ടും മുഖ്യമന്ത്രി എത്താത്തതിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. അതേസമയം തന്നെ മറ്റ് ആവശ്യങ്ങൾക്കായി മുഖ്യമന്ത്രി ഈ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോയതും ജനങ്ങളൊക്കെ ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് 3 ദിവസം വൈകി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇവിടേക്ക് എത്തിയത്. ഇവിടെയുള്ള ഉദ്യോഗസ്ഥരോട് അദ്ദേഹം സംസാരിക്കുകയാണ്. കോഴഞ്ചേരി ഗസ്റ്റ് ഹൗസിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നുമാണ് ആറന്മുളയിലെ ഈ വെള്ളം നിറഞ്ഞ പ്രദേശത്തും അതോടൊപ്പം തന്നെ മറ്റ് ദുരന്ത ബാധിത ക്യാമ്പുകളിലേക്ക് അടക്കം, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അടക്കം പോവുക. എന്തായാലും വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. ആ സമയത്താണ് മുഖ്യമന്ത്രിയുടെ വരവ്. ഈ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല അടക്കം, അതായത് ആഭ്യന്തരമന്ത്രി അടക്കം ഈ ഭാഗത്തേക്ക് എത്തിയിരുന്നു. അപ്പോഴും ജനങ്ങൾ ഉയർത്തിയ ചോദ്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി എവിടെയെന്നായിരുന്നു. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്നുള്ളത് കൂടെ നോക്കണം. കാരണം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അടക്കം പോകുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും ചോദിക്കും ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്നുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത്. വലിയ തിരക്കാണ് ഈ ഗസ്റ്റ് ഹൗസിൽ അനുഭവപ്പെടുന്ന. ഒരുപാട് നേതാക്കൾ, അതോടൊപ്പം തന്നെ മറ്റ് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഈ ഭാഗത്തുണ്ട്. അതോടൊപ്പം സർക്കാർ സംവിധാനങ്ങൾ, അതായത് വിവിധ വകുപ്പുകളുടെ യോഗം നടക്കും. അതിന് ശേഷമാകും ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ ശേഷമാകും മുഖ്യമന്ത്രി ഈ സ്ഥലത്തേക്ക് പോകുക. ഇവിടെ മാത്രമല്ല, ഇന്ന് റാന്നിയിലടക്കം പോകുമെന്ന് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയത്. എന്തായാലും വലിയ ഒരു സുരക്ഷാ കവചം കൂടെ ഇവിടെ ഉണ്ട്. പോലീസ് സംവിധാനം, അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകർ, അതോടൊപ്പം മറ്റ് ഉദ്യോഗസ്ഥർ, എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഈ എത്തിയിരിക്കുന്നതിൻ്റെ കാരണം നമുക്ക് അറിയാം. ഈ ആറന്മുള പോലെയുള്ള പ്രദേശം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു. വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ട ഒരു സാഹചര്യമായിരുന്നു ഇവിടേക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും മുഖ്യമന്ത്രി എത്തുമ്പോൾ ഈ ഏറെ വിമർശനങ്ങൾക്കൊടുവിലാണ് എത്തുന്നതെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം 3 ദിവസമായി വലിയ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി തൻ്റെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ സംവിധാനം ഉപയോഗിച്ച് പോകുന്നു എന്നുള്ള വിമർശനം അടക്കം ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഘടകകക്ഷി നേതാവിൻ്റെ വീട്ടിലിരുന്ന് വിരുന്നിൽ പങ്കെടുത്തതുൾപ്പെടെ ചർച്ചയായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഉള്ള സമയം എന്ന് പറയുന്നത്, അതായത് 12 മണിയോടുകൂടി എത്തുമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ ഗസ്റ്റ് ഹൗസിലെത്തി. ഇനി ഇവിടെ നിന്നും വാർത്താ സമ്മേളനം ഉണ്ടാക്കും. അദ്ദേഹം ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച ശേഷമാകും ഈ ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ആറന്മുള, അതോടൊപ്പം റാന്നി, തിരുവല്ലയിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഈ റോഡിലൂടെ പോകാൻ ബുദ്ധിമുട്ടാണ്. ഈ റോഡിലൊക്കെ വെള്ളം കയറിയ അവസ്ഥയാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുക എന്നുള്ളത് കൂടെ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലും കൂടെ പോകാനാണ് സാധ്യത. വലിയ പ്രതിഷേധങ്ങൾ ഉയരാനുള്ളൊരു സാധ്യത തന്നെയാണ് സ്വാഭാവികമായി ഉള്ളതല്ലേ? കാരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ പോലും സർക്കാർ സംവിധാനങ്ങൾ പര്യാപ്തമായില്ല എന്നുള്ള വിമർശനം നാട്ടുകാരുടെ ഭാഗത്തിനുമുണ്ടായിരുന്നു. സേവാഭാരതി അടക്കമുള്ള പ്രവർത്തകരുടെ ആ ഒരു ഇടപെടലാണ് ഞങ്ങൾക്ക് തുണയായത്, രക്ഷയായത് എന്ന് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം പലയിടങ്ങളിൽ നിന്ന് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നു. അതായത് ആരാണോ മുന്നിൽ നിന്ന് ഈ സംരക്ഷണം ഒരുക്കേണ്ടത്, സുരക്ഷിതത്വം നൽകേണ്ടത്, പക്ഷേ അവരൊക്കെയും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള വിമർശനം സാധാരണക്കാരായ പ്രദേശവാസികളടക്കം ഉന്നയിച്ചിരുന്നു. അവരുടെ ഭാഗത്ത് നിന്നും എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നേ വരെ വന്നില്ല, ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല, എന്തുകൊണ്ട് വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തു, എന്തുകൊണ്ട് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരാൻ തന്നെയാണ് സ്വാഭാവികമായും സാധ്യത അല്ലേ?
തീർച്ചയായും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരും. കാരണം കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ കണ്ടതാണ് ഈ 2 ദിവസവും മുഖ്യമന്ത്രി എവിടെയായിരുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് നടത്തിയത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വന്നത്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എല്ലാ MLA-മാരെയും വിളിച്ചിരുന്നു, എല്ലാ ഉദ്യോഗസ്ഥരെയും വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ വിമർശനം ഉയർന്നു വന്നത് സ്വകാര്യ ആവശ്യങ്ങൾക്കായി സർക്കാർ സംവിധാനത്തിലുള്ള ഹെലികോപ്റ്റർ ഉപയോഗിച്ചു, അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിലൊക്കെ വിരുന്നിൽ പങ്കെടുത്തു എന്നുള്ളതൊക്കെയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നതാണ്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് കൂടെ നോക്കിക്കാണണം. കാരണം ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കും. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു, വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ക്യാമ്പിൽ അടക്കമുള്ള സന്ദർശനം എന്ന് പറയുന്നത്. ഈ മഴക്കെടുതിയിൽ ബാധിച്ച സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് കൂടെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. പ്രളയബാധിത മേഖലകളെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ കോഴഞ്ചേരിയിൽ എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.